ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫെബിനം ജോൺ. എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ചേനത്തോട്ടത്തിലാട്ടോ വീഡിയോ, ചേനയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഈ ചേന നടുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് വളർന്ന് ഇതുപോലെ വിടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചേനയ്ക്ക് വളം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചേന നടണ, അതിൻ്റെ നമ്മൾ നടണ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ അത് നട്ടതിന് ശേഷം ഇപ്പോൾ മുളച്ച് ഒരു കുട വിരിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ വന്ന് വളരേണ്ടതാണ്. പക്ഷേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് വളമിടാനാണ്. അപ്പോൾ നമ്മുടെ ചേന ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നിന്നും പണിയെടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേന വിടർന്നതെല്ലാം നമ്മളിതുപോലെ കൂമ്പലാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വളപ്രയോഗമാണ്. നമ്മളിവിടെ ഇടാൻ പോകുന്നത് ഫാറ്റംപോസും പൊട്ടാഷും കൂടിയാണ് നമ്മൾ വളമായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. ഫാറ്റംപോസും പൊട്ടാഷും ഒരേ അനുപാതത്തിൽ തന്നെ നമ്മളെടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ വളപ്രയോഗം നടത്താൻ പോകുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളിത് നമ്മുടെ ചേനയ്ക്ക് ചുറ്റും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ സൈഡിലുള്ള പുല്ല് കാര്യങ്ങളെല്ലാം തൂമ്പിയും കൊണ്ട് ചെത്തി നമ്മൾ മൂടണം. ആദ്യം പുല്ല് നമ്മൾ ചെത്തി ചേനയുടെ ചുവട്ടിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നൈസായിട്ട് മണ്ണ് കയറ്റിടണം. അതായത് പുല്ലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ, പിന്നെ പെട്ടെന്ന് ആ പുല്ല് മുളച്ച് വരും, ഭയങ്കര കാടാവും. അങ്ങനെ പുല്ല് മുളച്ച് വരാത്ത രീതിയിൽ നൈസായിട്ട്, പിന്നെ ചേനയുടെ ചുവട്ടിൽ കണ്ടമാനം മണ്ണ് കയറ്റാനും പാടില്ല. ഒരു ചെറിയൊരു രീതിയിൽ, ചെറിയൊരു കനത്തിൽ നമുക്ക് ചുറ്റും മണ്ണിടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ വളമിട്ട് നല്ല രീതിയിൽ ചെത്തി വെച്ചിട്ടുള്ള പുല്ലിൻ്റെ മുകളിലൂടെ നൈസായിട്ട് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ ചേനയുടെ ഇലകളെല്ലാം കെട്ടി വെച്ചിട്ടുള്ള ആ വള്ളി നമുക്ക് അഴിച്ച് നമുക്ക് നല്ല വിടർത്തിയിട്ട് കൊടുക്കാം. ഇങ്ങനെ കെട്ടി വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടോ നമ്മളിതുപോലെ കെട്ടി വെച്ചാൽ. അങ്ങനെ നമ്മളെ ഈ ചേനയുടെ വളടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇനിയൊരു ഡിസംബർ മാസം ആകുമ്പോൾ ഇനി ഇത് കിളയ്ക്കാൻ മതി. ഇനിയിപ്പോൾ വേറെ വളപ്രയോഗത്തിന് ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ചാണകപ്പൊടി കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചു. പിന്നെ ഇപ്പോൾ മുള വന്ന് ഈ ഒരു പരിവായപ്പോൾ വീണ്ടും നമ്മൾ വളപ്രയോഗം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ചേനകളും ഇതുപോലെ കെട്ടിവെച്ച് നമ്മളെല്ലാത്തിനും വളമിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.